നമസ്കാരം. ആരെങ്കിലും തകർക്കണമെന്ന് തോന്നിയാൽ, തങ്ങളുടെ ശത്രുക്കളെ തകർക്കണം തോന്നിയാൽ, അവർക്ക് അധികാരമുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമായ മാർഗം അവരെ അഴിമതി കേസിൽപ്പെടുത്തുക. സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ വ്യാജരേഖ ചമച്ചു, അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ കേസ് ചമത്തി കൊടുക്കുക. പുരുഷന്മാരാണ് എന്നുണ്ടെങ്കിൽ ഒരു പെണ്ണ് കേസാണ് എളുപ്പം. പണ്ട് ശങ്കരാടി പറഞ്ഞിരുന്നത് പോലെ അങ്ങനെ ഒന്ന് ചാർത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെവിടെന്നെങ്കിലും എന്തെങ്കിലും തുറപ്പുചിട്ടുകളോ അവർക്ക് എന്തെങ്കിലും സ്നേഹബന്ധങ്ങളോ പ്രേമബന്ധങ്ങളോ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പൊക്കിക്കൊണ്ടുവന്ന് പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഇയാൾക്കെതിരെ തിരിച്ച് ജനങ്ങളുടെ ഇടയിൽ നാറ്റിക്കുക. അത്രേ ഉള്ളൂ ഉദ്ദേശമല്ല. അത് കേസും വഴക്കും കൊണ്ടുപോകണമെന്നില്ല. അങ്ങനെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു കേസുണ്ടാക്കി കുറച്ച് ദിവസം ജയിലിൽ കിടത്തും. അങ്ങനെ 2 തവണ ജയിലിൽ കിടത്താൻ നോക്കിയിട്ട് നടന്നില്ല. കാര്യം അതിനേക്കാൾ ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുന്നേ എന്ന് പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടം പോയപ്പോൾ സംഗതി പണി ഏറ്റില്ല. അങ്ങനെയാണ് 3ാമത്തെ കേസ് വന്നിട്ട് രാഹുലിനെ പിടിച്ചകത്തിരുന്നത്. അതിലും ഇപ്പൊ ഏൽക്കാത്ത കോലാണ്. കാരണം 3 കേസിന് കോടതി പറഞ്ഞിരുന്നത് എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഒരു വിലയില്ല എന്നുണ്ടെങ്കിലും ആ കേസും തൂക്കി പിടിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ അടക്കം പോകുന്നുണ്ട്. എന്താണ് സംഭവിക്കാന്ന് അറിയാൻ മേലാഞ്ഞിട്ടല്ല. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ സമൂഹത്തിൽ കൊള്ളരുതാത്തവനാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, അതൊരു വ്യഥാശ്രമം, ഒരു പാഴ്ശ്രമമാണ് എന്ന് തെളിഞ്ഞിരിക്കുക. അതിന് കാരണം പാലക്കാട് മണ്ഡലത്തിൽ, തന്റെ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ കുറെ ദിവസം അയാൾ ജയിലിലായിരുന്നു. 10-18 ദിവസം ജയിലിലിട്ടു. കുറെ നാൾ അയാൾ ഒളിവിലായിരുന്നു. ഈ സമയത്തൊക്കെ പാലക്കാടിന്റെ പ്രവർത്തനം അതേപോലെ നടന്നു. അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുള്ള ചില വീട് നിർമ്മാണ പദ്ധതികളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വീടിന്റെ താക്കോല് കൊടുത്തു. അതിന്റെ കഥ പറഞ്ഞത് CPM-ന്റെ നേതാവ് തന്നെ, അല്ലാതെ കോൺഗ്രസ്സുകാരനോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആളൊന്നും അല്ല. എന്തോ ഒരു പരിപാടി നടന്ന സമയത്ത് ഒരു വീട് വേണമെന്നൊരു കുട്ടി പറഞ്ഞു. മറ്റാരോ ഒരാള് ഒരു വീട് അവൾക്ക് വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇത് രണ്ടും കേട്ടപ്പോൾ ഒരു സങ്കടവും സന്തോഷവും എല്ലാം കൂടി ഒരുമിച്ച് വന്നിട്ട് ചോദിച്ചപ്പോൾ തന്നോട് ചോദിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം, താൻ അറിഞ്ഞല്ലോ ഉള്ള സന്തോഷം, അവർക്ക് വീടില്ലല്ലോ എന്നുള്ള ദുഃഖം, ഇതെല്ലാം കൂടി അദ്ദേഹത്തിന്റെ അതായത് ചില ബന്ധങ്ങൾ, അത് സർക്കാരിന്റെ പണം കാത്തു നിൽക്കുന്നില്ല, MLA ഫണ്ട് കാത്തു നിൽക്കുന്നില്ല, മറ്റൊന്നും കാത്തു നിൽക്കാതെ അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് വീടുകൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം, ആ ശ്രമത്തിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് കൃത്യം 1 വർഷമാകുന്നതിന് മുന്നേ വീട് പണി പൂർത്തിയാക്കി അതിലേക്ക് അവരെ കുടിയിരുത്തുന്ന ആ ചടങ്ങിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ആ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കണ്ടിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ CPM-ന്റെ പ്രതിനിധി അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട്ടത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് വാതോരാതെ സംസാരിക്കുകയും ചെയ്തിരുന്നു. കാര്യം ഒരു MLA എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സക്സസ് ആണ്. കേരളത്തിലെ ഏത് MLA-മാരെ എടുത്തു കഴിഞ്ഞാലും തന്റെ മണ്ഡലത്തിൽ ഒരു പേരുദോഷം കൽപ്പിക്കാത്ത എല്ലാവർക്കും, എല്ലാ ജനങ്ങൾക്കും, എല്ലാ വിഭാഗക്കാർക്കും ഒരുപോലെ സമ്മതനായിട്ടുള്ള ഒരു MLA തന്നെയാണ്, ജനപ്രതിനിധി തന്നെയാണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇതേപ്പോ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, MLA ഫണ്ട് ഉപയോഗിച്ചിട്ട് മോയിൻ LP സ്കൂളില് അതിന്റെ പാർക്ക് പൂർത്തീകരിച്ച ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ അധ്യാപകര്, വിദ്യാർത്ഥികളൊക്കെ ആഘോഷത്തിലാണ്. കാരണം ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോഴല്ല, കടലാസിൽ പ്രഖ്യാപിക്കാം. കോൺഗ്രസിന്റെ പഴയകാല ചരിത്രം എന്ന് പറഞ്ഞാൽ കല്ലിട്ട് പോകുക എന്നുള്ളതാണ്. അത് പിന്നീട് CPM ഏറ്റെടുത്തിരുന്നു. റെയിൽ കല്ലിടുന്നത് പോലെ കുറെ കല്ലിട്ട് കുറെ പണം അടിച്ചു മാറ്റുക എന്നുള്ളത്. എന്നാൽ അതിലപ്പുറത്തേക്ക് കല്ലിടുന്നതിലല്ല, അത് പ്രവർത്തിച്ച് അത് ജനങ്ങൾക്ക് ഉപകാരമാകുന്നതിലാണ് കാര്യം എന്ന് തെളിയിച്ച പാലക്കാടിന്റെ MLA-ക്ക് അവർ സ്വീകരണം കൊടുത്തു എന്ന് മാത്രമല്ല അവരിൽ ഒരാളായി ചേർത്ത് നിർത്തുന്നതാണ് കാണുന്നത്. കുട്ടികൾക്കൊക്കെ എന്തോ ഒരു സ്നേഹമാണ്. ഒരു പെണ്ണുപിടിയനാക്കി CPM ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അത്തരം ആരോപണങ്ങളും അല്ലെങ്കിൽ അത്തരം മാറ്റി നിർത്തലും ഒന്നും തങ്ങളെ ബാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാലക്കാടൻ ജനത ഹൃദയപൂർവ്വം രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് വെക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു ജനപിന്തുണ തന്നെയാണ് CPM ഭയപ്പെടുന്നത്. ഇപ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തെ വീണ്ടും കോൺഗ്രസിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ധാരണ അനുസരിച്ച് എനിക്ക് തോന്നുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രനായി, അതായത് കോൺഗ്രസിന്റെ പിന്തുണയുള്ള സ്വതന്ത്രനായി പാലക്കാട് തന്നെ മത്സരിക്കുമെന്നാണ്. ഏകദേശം ആ നിലയിലേക്ക് പോകുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സജീവമാണ്. അദ്ദേഹത്തിനകത്തെ പാലക്കാട്ടുള്ള വോട്ടർമാർ, പാലക്കാട്ടത്തെ ജനങ്ങൾ മുഴുവൻ സർവ പിന്തുണയും കൊടുക്കുന്നുമുണ്ട്. അതിന്റെ തെളിവാണ് ഇത്തരത്തിലുള്ള ചടങ്ങുകൾ. ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള താക്കോൽ ദാന കർമ്മത്തിന് പങ്കെടുത്തിട്ടുള്ളവര് ഇപ്പൊ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തുക്കളോ മാത്രമൊന്നുമല്ല, ആ നാട് മുഴുവൻ അവിടെ ഒഴുകി വന്നിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു ചെറിയ സ്കൂളിൽ കുട്ടികളുടെ ഒരു ചെറുകാല സ്വപ്നമാണ് ഒരു പാർക്ക് എന്ന് പറയുന്നത്. അതൊരു വലിയ ആഘോഷമായി ഒന്നും ചെയ്യാതെ, സാധാരണ അറിയാലോ നമുക്ക് ചെയ്യുന്നത്, ഒരു മൊട്ടുസൂചി കുഴിച്ചിട്ട് കഴിഞ്ഞാലും അതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് അങ്ങോട്ട് പ്രഘോഷിക്കും. നമുക്കറിയാലോ മോഹൻലാലിന് അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്കൊക്കെ അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തു കൂട്ടുന്ന ഓരോ കോപ്രായങ്ങള്. 10,000 രൂപ അവാർഡ് കൊടുക്കാൻ വേണ്ടി 10 ലക്ഷം പൊടിക്കുന്ന സർക്കാരാണ് ഇവിടെ ഉള്ളത്. കാരണം അതിലും വെട്ടിപിടിക്കാൻ പറ്റുമെന്ന് നോക്കണം. ഇപ്പോ പൊങ്കാല, കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാല മുതൽ ഇങ്ങോട്ട് കുറെ കാര്യങ്ങൾ
ഇപ്പോൾ നടത്തിയിട്ടുള്ള മേയർ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ മന്ത്രിമാർ നടത്തിയിട്ടുള്ള വിവിധ കാര്യങ്ങൾ, ചെയ്യാത്ത കാര്യങ്ങളിൽ അടിച്ചു മാറ്റുന്ന ബില്ലുകൾ, ഇങ്ങനെ കഥകൾ 100 വരുന്നതിനിടയ്ക്കാണ് പാലക്കാട് ഇപ്പോൾ ഒരു ഉദ്ഘാടനം നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ട് ചെന്നു, കുട്ടികളൊക്കെ എടുത്ത് അവരോടൊപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് നടന്നു, ഒരു വർത്താനം നടന്നു, അവർക്കായിട്ട് തുറന്നു കൊടുത്തു. അവരും ഹാപ്പി, രാഹുലും ഹാപ്പി, അവിടെയുള്ള ജനങ്ങൾ ഹാപ്പി. സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് 5 പൈസ ചെലവായതുമില്ല, സുഖം. ഇത് തന്നെയല്ലേ വേണ്ടത്? ഒരു നിർമ്മാണ പ്രവൃത്തി നടന്നു കഴിഞ്ഞാൽ, അത് പൂർത്തിയായി കഴിഞ്ഞാൽ അത് പിറ്റേന്ന് മുതലേ കൊടുത്തേക്കണം. അല്ലാതെ അത് തങ്ങളുടെ തറവാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് എന്ന മട്ടിൽ തങ്ങളുടെ പോക്കറ്റിലാക്കാൻ വേണ്ടി, തങ്ങളുടെ ഒരു കഴിവാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഉദ്ഘാടന മഹാമം വെക്കുന്നതിലല്ല കാര്യം. ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ, തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുക, അതിനുള്ള ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ഫണ്ട് കൃത്യമായി അവിടെ വിനിയോഗിച്ചുകൊണ്ട് അത് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ നടപ്പിലാക്കുക എന്നതാണ് ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചു തരാണ്. ഇത് മറ്റുള്ളവർ കണ്ടുപഠിക്കേണ്ട കാര്യമാണ്. ഇത്തരത്തിലുള്ള ജനപിന്തുണ അത് ഇങ്ങനെ കാണുമ്പോൾ, പ്രത്യക്ഷമായി തന്നെ കാണുമ്പോൾ രാഹുലിനെതിരെ ഹാലിളകുമെന്നത് സ്വാഭാവികം. ആ ഒരു അവസ്ഥ തന്നെയാണ് രാഹുലിനെ ജയിലിലാക്കിയത് എന്ന് അറിയുന്ന ജനം രാഹുലിന് പിന്തുണ കൊടുക്കുന്നെങ്കിൽ പിന്നെ കുരുപൊട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഏതായാലും കോൺഗ്രസ്, എനിക്ക് പറയാനുള്ളത്, കോൺഗ്രസ് നേതൃത്വം ഇനിയെങ്കിലും ഒന്ന് ചിന്തിക്കണം. നിങ്ങൾ നിങ്ങളുടെ നടപടി കാര്യങ്ങളൊക്കെ എടുത്തു, പക്ഷെ ജനമല്ലേ തീരുമാനിക്കേണ്ടത്? കോടതിയല്ലേ അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം, അതിനുള്ള ശിക്ഷ വിധിക്കേണ്ടത്? അതിനു മുമ്പ് പാർട്ടിയും മറ്റുള്ളവരും ശിക്ഷ വിധിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു ജനപ്രതിനിധി ജനങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വിട്ടുകൊടുത്തേക്കണം. ഇഷ്ടമുള്ളവരെ ജനപ്രതിനിധിയാക്കി അവരിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതല്ലേ ഏതൊരു വോട്ടറും ഏതൊരു നാട്ടുകാരും ആരും വിചാരിക്കുന്നത്. അത് തന്നെയല്ലേ വേണ്ടത്. അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ടിന് കൊടുത്തേക്കണം. അയാൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പാലക്കാടിന് പ്രിയപ്പെട്ടവർ തന്നെയാണ്. കുട്ടികളായാലും മുതിർന്നവരായാലും അമ്മമാരായാലും മറ്റുള്ളവരായാലും ആരൊക്കെ ആയിക്കഴിഞ്ഞാലും അവരുടെ ഒരു പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. ബാക്കിയൊക്കെ കോടതിയുടെ കയ്യിലല്ലേ, കോടതി തീരുമാനിക്കട്ടെ. പിന്നെ അയാൾ അധാർമികമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ അയാൾക്ക് കിട്ടും. ഇനി അത്തരത്തിൽ എന്തെങ്കിലും ഒരു പാകപ്പിഴ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് അയാൾ മനഃപൂർവ്വം ചെയ്തല്ല എന്ന് മനസ്സിലായിക്കൊണ്ട് അയാളൊന്ന് തിരുത്തട്ടെ എന്ന്, അതിനുള്ള അവസരം കൊടുക്കുക. എത്ര ആൾക്കാർ ഇവിടെ കട്ടും മോഷ്ടിച്ചും പിടിച്ചു പറിച്ചും നടക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ എന്തെല്ലാം വലിയ ചീത്തപ്പേരുകൾ ഉണ്ടായി. ഒരാൾ ഇരിക്കവേ തന്നെ അവരെ കടപ്പുറയിലേക്ക് വേറെയുള്ളവരെ വിളിച്ചുകൊണ്ട് നിന്ന് കയറ്റുന്നതും, പിന്നെ പോലീസിനെ വിളിക്കുന്നതും, പോലീസ് തിരിഞ്ഞു നോക്കാത്തതും, പോലീസ് സഹായം കൊടുക്കാത്തതും, പിന്നെ അവസാനം ഗതി കെട്ടപ്പോ ഒരു നിവൃത്തിയില്ലാതെ കോംപ്രമൈസ് ആയതൊക്കെ ഇവിടെ നമ്മൾ കേട്ടല്ലേ, കണ്ടല്ലേ, വാർത്തകൾ കണ്ടല്ലേ. അമ്മാതിരിയുള്ള പരിപാടി ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തില്ലല്ലോ. അയാളെ സമീപിച്ചിട്ടുള്ള ആരെങ്കിലുമായിട്ട് ഒരുപക്ഷെ അയാൾ സംസാരിച്ചിട്ടുണ്ടാകാം, മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകാം. അതൊക്കെ രാഹുൽ പറയുന്നത് പോലെ ഉഭയകക്ഷി സമ്മതപ്രകാരമാണ്. സംഗതി പറയുന്നതേ ഉള്ളൂ. അത് തന്നെ നടന്നു എന്നുള്ളതിന് തെളിവൊന്നുമില്ല. പിന്നെ കോടതിയിൽ ജാമ്യമൊക്കെ വേണമെങ്കിൽ അതൊക്കെ പറയണം. അപ്പൊ അതിനെക്കുറിച്ചൊന്നും ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ അതിനെ പൊക്കി പിടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട്ടത്തെ സ്ഥാനാർത്ഥിത്വമോ ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ടത്തെ ജനങ്ങൾക്ക് ഇഷ്ടമാണ്. അവിടെ അദ്ദേഹം ഒരു MLA എന്ന നിലയിൽ, അവരുടെ ജനപ്രതിനിധി എന്ന നിലയിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ഒരു പക്ഷേ ജനപ്രതിനിധി എന്ന നിലയിൽ സർക്കാരിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ മറ്റ് സ്വകാര്യ വ്യക്തികളുടെ സഹായത്തോടു കൂടി അദ്ദേഹം പല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി ആള് പാലക്കാട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളെ തന്നെയല്ലേ ഒരു നാടിന്റെ ജനപ്രതിനിധിയായി ചുമതല ഏൽപ്പിക്കേണ്ടത്. Different angles. Don't forget to subscribe and support this channel.